സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? കോളിഫ്ലവർ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇപ്പോൾ കടകളിലൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനം അല്ലേ കോളിഫ്ലവർ? അതെ. അപ്പം നല്ലൊരു ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ ഗോബി മഞ്ചൂരിയൻ കഴിച്ചിട്ടുണ്ട്, അതുപോലെ കോളിഫ്ലവർ ഫ്രൈ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ രീതിയിൽ നമുക്ക് വീട്ടിലത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ മതി നമുക്കതിനെ തയ്യാറാക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ 1 കിലോ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം 2 ക്യാപ്സിക്കം, അതുപോലെ സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, അതുപോലെ തന്നെ ഉപ്പ്, മൈദ, കോൺഫ്ലോർ, 2 മുട്ട, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് കോളിഫ്ലവർ നമുക്കൊന്ന് കോട്ട് ചെയ്ത് വെക്കണം ഒരു 10 മിനിറ്റ്. നമുക്ക് അതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കി എടുക്കണം. നമുക്ക് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ച് വയ്ക്കാം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കോൺഫ്ലോറും മൈദപ്പൊടിയും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്രിപ്സിനെസ്സും നല്ലൊരു മൊരുമൊരോന്നിരിക്കും നമ്മൾ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതിനുവേണ്ടി നമ്മളിതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ ഒരുപാട് കുറുകി പോകണ്ടല്ലോ മിക്സ്, ഇച്ചിരി നീളത്തിൽ നീണ്ടും പോകരുത്. നമുക്കൊരല്പം വെള്ളം ചേർത്തും കൂടെ മിക്സ് ചെയ്യാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം അല്ലേ? ഒത്തിരി അങ്ങ് നീണ്ടു, കാരണം ഇത് ലൂസാവില്ലേ? ഇരുന്ന് കഴിയുമ്പോൾ ലൂസാവും തന്നെ. അതുകൊണ്ട് ഒത്തിരി നീളരുത്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. 1 കിലോ കോളിഫ്ലവറാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരു പച്ചക്കറിയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം നല്ല വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കണം. അപ്പം നല്ലപോലെ ശ്രദ്ധിക്കുക. അതിനകത്ത് ചെറിയ പ്രാണികളും പുഴുവൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷം പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വെള്ളം വേണം. അപ്പോൾ വെള്ളം നന്നായിട്ട് പോയ ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താണ്. നമുക്ക് ഇതും കൂടി അതിനകത്തേക്ക് ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ, പൊടിഞ്ഞൊന്നും പോകരുത്. നമ്മൾ തിളപ്പിച്ചൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിലിടുന്ന തിളപ്പിക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് പോകരുത്. അല്ലേ? പിടിച്ചിട്ടുണ്ടല്ലേ? ഒരുപാട് കട്ടിയിൽ വേണ്ടല്ലോ, നമുക്കിനി ഫ്രൈ ആക്കി എടുക്കേണ്ടതല്ലേ. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ച് ചൂടായി കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്ത്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി കുറേശ്ശെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട പാടെ ഇളക്കി കൊടുക്കേണ്ട. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. പൊടിഞ്ഞൊക്കെ പോകാതെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ കിടന്ന് മുരിയുമ്പോൾ നല്ല ഇഞ്ചിയുടെയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലൊരു മണം വരുന്നുണ്ടല്ലേ? ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിക്കോട്ടെ അല്ലേ? നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇട്ട പാടെ നമ്മൾ ഇളക്കി കൊടുക്കരുത്, പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു ഫ്രൈ ആയി കഴിയുമ്പോൾ, ചെറിയ രീതിയിൽ ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ സാവകാശം നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ ഒരുപാട് ഡ്രൈ ആവണ്ട, ഒരു മീഡിയം സൈസ് ലൈറ്റ് ബ്രൗൺ കളറായി അപ്പോഴത്തേക്കും നമുക്ക് കോരിയെടുക്കാം. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് കോരിയെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഞങ്ങൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യമായിട്ട് ഇട്ട് ഞങ്ങൾ അത് ഫ്രൈ ആക്കിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല ക്രിപ്സി ആയിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റ്. അപ്പോൾ നല്ല എല്ലാവരും ഈ രീതിയിൽ ഇതേ രീതിയിൽ വേണം നമ്മളത് ഫ്രൈ ആക്കി എടുക്കാൻ. ഇനി നമ്മൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവോളയും പച്ചമുളകും ക്യാപ്സിക്കും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയൊരു ചുമപ്പ് നിറമാകുന്നതിനൊന്ന് മുരിഞ്ഞ് വരണം.
എണ്ണയിൽ കിടന്ന് അപ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലേ? അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ചെറിയൊരു ചുമന്ന നിറത്തിൽ മുരിഞ്ഞ് വരണം. ഈ സമയത്ത് നമുക്ക് സെലറി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്കിപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സെലറി കിട്ടിയില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു 2 തണ്ട് മതി, അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മഞ്ചൂരിയൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം കഴിവതും അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 6 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ സവോള അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാം. 2 ക്യാപ്സിക്കാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 4 കഷ്ണമായിട്ട് ഒരുവിധം വലിയ പീസായിട്ടാണ് ഞങ്ങളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. ക്യാപ്സിക്കം എടുക്കുമ്പോൾ അതിലെ കുരുകളൊക്കെ ഒന്ന് കളയണം, വേണം അരിഞ്ഞെടുക്കാൻ. ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഇടയ്ക്കൊന്ന് കടിച്ചൊക്കെ ഇരിക്കുന്ന നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഒരുപാട് വഴന്നു പോകണ്ട, ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ അല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കാരണം നമ്മളിത് കോട്ട് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് നോക്കി വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അതുപോലെ ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഈ കോളിഫ്ലവർ തിളപ്പിച്ചെടുത്ത്, ആ സമയത്തും ഈ കോളിഫ്ലവറിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയ ശേഷം വേണം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പിട്ട് കൊടുക്കണം നമുക്ക്. ഉപ്പ് നമുക്ക് ക്യാപ്സിക്കത്തിലേക്ക് ഒന്ന് പിടിക്കാൻ മാത്രം ഇട്ട് കൊടുക്കാം അല്ലേ? ഇത് നുള്ളു പോരെ മതിയില്ലേ? നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഗ്രേവി ആക്കുന്ന സമയത്ത് ഇനി വേണമെങ്കിൽ നോക്കാമല്ലോ. ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും സവോള ഇഞ്ചി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സോസാണ് ഏറ്റവും നല്ലൊരു ടേസ്റ്റ്. നല്ല ഗ്രേവി കിട്ടും അല്ലേ? നല്ലൊരു ഗ്രേവി ആയിട്ട് പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സ് നമുക്കൊന്ന് ഗ്രേവി ആക്കി എടുക്കണം. അതിന് ഞങ്ങൾ ആദ്യം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഈ മിക്സിലേക്ക് ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. സോസൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ്. സോസിന് ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നുണ്ട് നല്ലപോലെ. ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ട് നല്ല ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഈ കോളിഫ്ലവറും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രേവി കുറവാണെങ്കിൽ അല്പം കൂടി സോസ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കൂടി ഒന്ന് ഗ്രേവി ആക്കി എടുക്കാം. ഇച്ചിരി ഒഴിച്ചു കൊടുക്കട്ടെ? അല്പം കൂടി ഒഴിച്ച് ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു മല്ലിയിലേക്ക് ഇട്ട് അല്പം ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആ ക്യാപ്സിക്കോ ആ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇടയ്ക്കൊന്ന് കടിക്കണമല്ലേ? ഒന്ന് കടിക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതേ പരുവത്തിൽ ചെറിയൊരു ഗ്രേവി ആക്കി എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ. അതെ, ചോറിന് പോലും ചപ്പാത്തിയും പൊറോട്ടയും ഒന്നും ഇല്ലെങ്കിൽ ചോറിന് പോലും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ എന്നൊന്നും വീടുകളിലൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് വീടുകളിലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. മറ്റുള്ള കെമിക്കലായിട്ടുള്ള ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. കളറോ അജിനാമോട്ടോ അങ്ങനത്തെ ഒരു സംഗതി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. വല്ലപ്പോഴൊക്കെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും. അപ്പം ഞങ്ങൾ
ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ എന്നും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.